ചപ്പി ടാറ്റ. ചപ്പി സുഖാണോ? സോ ഇത് നല്ലൊരു വീടാണ്. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മള് ജോണോഗ്രോത്ത് ഇപ്പൊ പോകുന്നില്ല, ഷോർട്ട് കട്ട് ചെയ്ത് നല്ല റോഡാണ്. ഡ്രൈവ് ചെയ്യാൻ അറിയാത്തതും കൊണ്ടും സീറ്റിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നതും കൊണ്ടും കുഴപ്പമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് ഹോപ്പ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. ഞങ്ങളൊരു 4 ഡേ ട്രിപ്പിന് വേണ്ടി സ്കോട്ട്ലൻഡിലെത്തിയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. സോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ട്രിപ്പ് മേക്കർ. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെഫി ജെയിംസ്. ഇത് സൊനാൽ അണ്ടിമുഖശാഖ. ഇത് ആദിത്യ നമ്പൂതിരി. ഇത് സൂരജ് നമ്പൂതിരി. ഇത് ഡോഡി കരേര. ആ വരുന്ന സ്നേഹ കരേര. ഇനി ആൾക്കാർ വരാറുണ്ട്. സോ ഇത് കാണിച്ചത് അറിയാം, അന്നമ്മ ഇല്ല, സ്വന്തം ഭാര്യയെ കാണിച്ചത് അന്നമ്മയാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം, എൻ്റെ ആരാധകർക്ക്. സോ ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. 1938 പണിഞ്ഞ ഒരു വീടാണ്. ആ സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഹായ്. സോ 2-3 ഇംഗ്ലീഷുകാർ പോയി. അവരൊക്കെ ഇവിടെ സ്കോട്ടിഷുകാർ സംബന്ധിച്ചോളം ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ അവർ സ്കോട്ടിഷുകാർ. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. കാരണം സ്കോട്ടിഷ് ആൾക്കാരെ ഇവിടെ ചെന്നെന്ന് പറഞ്ഞാലും വളരെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അവരെപ്പോഴും സംസാരിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു 3-4 വർഷമായിട്ട് ഇംഗ്ലണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇച്ചിരൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നിയത് സ്കോട്ടിഷാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനാണെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. സോ NC500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഏരിയകളെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ട്രിപ്പിൻ്റെ പ്ലാനിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ വണ്ടി ഇതാണ്. ഇത് ജെയിംസിൻ്റെ വണ്ടിയാണ്. അത് ഡോഡി. ഇങ്ങനെ മൊത്തം 4 വണ്ടിയിലാണ്. അങ്ങനെയുണ്ട്. എല്ലാവരും ചില്ലായിട്ട് നിൽക്കുന്നു. എടുത്തിട്ടുണ്ട്. ചാപ്പി ഇവിടെ റെഡിയാണ്. ഇച്ചാപ്പിക്ക് ടാറ്റ. ഇച്ചാപ്പി ടാറ്റ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ സ്കോട്ട്ലൻഡിനെ കുറിച്ച്? ഇഷ്ടപ്പെട്ടോ? ഈ ചാപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സോ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ്. എന്തായാലും സുരേട്ടാ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? ശരിക്കും നമ്മൾ ഹൈലാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണ് കാണാൻ? ഇന്ന് ഹൈലാൻഡ് ആണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതായത് നമ്മുടെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു ഹില്ലിന്റെ മണ്ടയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾതാമസം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ നേരം ഇങ്ങനെ വഴി പോകുന്നത് കാണാം കംപ്ലീറ്റ്. അത് മുഴുവൻ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വലിഞ്ഞ് കയറേണ്ടി വരുമല്ലേ? ഓക്കെ. എന്താണ് അഭിപ്രായം? എന്താണ് സ്കോട്ട്ലൻഡിലെ NC500 കുറിച്ചുള്ള അഭിപ്രായം പറ. കൊണ്ടും സീറ്റിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നതും കൊണ്ടും നല്ല എയർബിഎൻബി ആണ്. വേറെ എന്തെങ്കിലും ക്ലൈമറ്റിനെ കുറിച്ച് ഓടിച്ചതിന്റെ അഭിപ്രായം പറ. അങ്ങ് മൊഴി അങ്ങ് കാര്യം പലതുമോ? സോ എല്ലാവരും റെഡിയായി. സോ ഇനി വീട് പൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പോയി വീടൊന്ന് പൂട്ടി സെറ്റായിട്ട് വരാം. ആദിയാണ് നാറ്റ്വെസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ബാങ്ക് പൂട്ടുന്ന പോലെ തന്നെ. ആദി, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സന്തോഷം, സമാധാനം, സൗഖ്യം. അതെ, ആരാ? ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുന്നത്? നല്ല അഭിപ്രായം. ഞാൻ ഓൾറെഡി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഈ ഡ്രൈവ് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഡ്രൈവ് എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UK വന്നിട്ട് ലേക്ക് ഡിസ്ട്രിക്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കോസ്റ്റൽ ഏരിയ ഭയങ്കര കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ വന്ന് രാത്രിയിലാണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള കവർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പറ്റിയ ഞാനും അതിനകത്തൊന്ന് ഷെയർ ചെയ്യാം ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതെ, അത് അതിനുള്ള സന്ദർഭം നമുക്കുണ്ടാകട്ടെ. നാറ്റ്വെസ്റ്റ് ജോലി ചെയ്യുന്ന മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഉത്തരവാദിത്തം കൂടി ആദി. വിശപ്പിൻ്റെ അസ്കൃതി കൊള്ളുകൊണ്ട് ഇപ്പോൾ പപ്സ് വേണമെന്നാണ് പറയുന്നത്. അദ്ദേഹം എപ്പോഴും ഫുഡിനെ തൻ്റെ സ്വന്തമായി കണക്കാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവിടെ അത് ഫോൺ വിളിക്കുന്നുണ്ട്. സോ ഇത് അക്കു അന്തർജനം.
ഇവിടെ ലേക്കിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജോലിയോട് അത്ര ആത്മാർത്ഥമുള്ള ഒരാളാണ്. 2020 ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തതാണ്. 2026 അത് പൂർത്തിയാക്കുകയാണ്. എന്താണ് അതിന് എന്തെങ്കിലും പറയാനുണ്ടോ സ്കോട്ട്ലൻഡിനെ കുറിച്ച്, NC5 കുറിച്ച്? അടിപൊളി. ഓക്കെ, സോ ഒരു അന്തൻ വരുന്നുണ്ട്. മാഞ്ചസ്റ്ററിലായിരുന്നു, നല്ലൊരു പയ്യനായിരുന്നു. എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടില്ലേ, മൊത്തത്തിലൊരിത്. സോ ഞങ്ങളെന്നാൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കാര്യങ്ങളും ഇന്ന് പോയി വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, മനോഹരമായൊരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി നിർത്തിയാണ്. ഈ NC5 എല്ലാ ഏരിയയും മനോഹരം തന്നെയാണ്. എന്നാലും ചിലത് ഇച്ചിരി കൂടുതൽ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും. ഇതാണ് ഏരിയ, വരുന്ന റോഡ്. ഇങ്ങനെ താഴെ കടൽ, മുകളിൽ മലനിരകൾ. ഞാനിതിൽ കൂടെ പറയുമ്പോഴത്തേക്കും എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം സുരേട്ട് എങ്ങനെയുണ്ട് ഈ ഒരു വ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇതിന്റെ എല്ലാ ഭാഗവും നല്ലത് തന്നെയാണ്. അതാണ് പറയുന്നത്, എനിക്ക് ഏത് നല്ലതല്ലേ അങ്ങനെ നമുക്ക് പറയാൻ കിട്ടുന്നില്ല. ആക്ച്വലി എല്ലാം ഒരുമാതിരി എന്താ പറയണ്ടേ, മനോഹരമായ സ്ഥലം. വേറെ ഏതോ ഒരു എന്താ പറയണ്ടേ, ഒരു ലോകത്തോ എത്തിപ്പെട്ട ഒരവസ്ഥ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേട്ടാ, നമ്മുടെ മറ്റേ പടമില്ലേ, ഏതാ, ആഡം ജോൺ എന്ന് പറയുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, അതിലുള്ള സ്ഥലങ്ങൾ എക്സാക്റ്റാണ്. പക്ഷെ അതിൽ എനിക്ക് തോന്നിച്ചിട്ട് കളർ ഗ്രേഡിങ് അവർ ചെയ്തിട്ടാണ് ഇച്ചിരി കയറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് അത് ഇച്ചിരി ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. നേരിട്ട് കാണുമ്പോഴും സംഭവം സുന്ദരം തന്നെയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ ആ സിനിമയിൽ കാണുന്ന കൂട്ടുള്ള ഒരു ഇതായിരിക്കത്തില്ല. എന്തായാലും സോയിച്ചാപ്പി വണ്ടിയിലുണ്ട്. ഞങ്ങൾ ഒന്ന് നിർത്തി ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതാണ്. സോ ഇനിയും അടുത്ത വരവിലാണ് അവിടുന്ന് സോ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു കാസിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവുകളിൽ നിർത്തി ബ്രേക്കൊക്കെ എടുത്ത് ആൾ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ട്രാവൽ ചെയ്യത്തുള്ളൂ. അത് പുതിയതായിട്ടുള്ള പേരൻസിനെല്ലാം അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ പറയണ്ടേ, വല്ലപ്പോഴും യാത്രകൾ ചെയ്യുക. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും യാത്രകളൊന്നും ചെയ്യാതെ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് ഇരുന്നതാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു മാനസാന്തരം തോന്നി. അതായത് ഇനിയും കുറച്ച് യാത്രകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ജോലിയുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം മാറ്റി ജീവിതത്തെ കുറച്ചുകൂടെ എന്താ പറയണ്ടേ, സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സമയമില്ലാതായി എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം ജോലി എന്നുള്ളൊരു കാര്യം മാത്രം തലക്കേറി കറങ്ങാൻ. ഞങ്ങൾ ആക്ച്വലി സെർബിയൊക്കെ ഒന്ന് പോയി കറങ്ങിയിരുന്നു. പക്ഷെ അന്നൊന്നും വ്ളോഗ് ചെയ്യാനോ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു, നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിരിക്കും, ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്ത് സോ ഈ സ്കോട്ട്ലൻഡ് ട്രിപ്പ് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. സെക്കൻഡ് ട്രിപ്പ്. ഇനിവേ നമുക്കിനിയിപ്പം കാറ് കയറാം. കാരണം നമ്മുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം ഓൺ ദ വെയിലാണ്. സോ നമ്മളെല്ലാം ലേറ്റ് ആവും. സുരേട്ടാ ബാ. സുരേട്ടൻ മറ്റേ നമ്മുടെ ഇൻസ്റ്റാ 360 ഒക്കെ കൊണ്ട് നടന്നു വരിക. സോ ഗൈസ്, നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വരുന്ന എന്താ പറയണ്ടേ, യാത്രയിൽ കാണാം. സോ ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്ക്. സൂര്യചേട്ടൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? അഡ്വറിക് കാസിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയില്ല. സൂര്യേട്ടൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതിന് മുമ്പ് ഒരിക്കൽ വന്നത്. അത് അന്ന് വന്നതിൽ ഇപ്പോൾ അതിൻ്റെ കാസിലിൻ്റെ ബാലൻസ് ഉള്ളത് വളരെ കുറവാണ്. അത് മൊത്തം പൊളിഞ്ഞു കൊണ്ടുണ്ട്. അത് നമ്മുടെ ജെറിയണ്ണൻ അത് അടുത്ത് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ കാണിച്ചു തരും. പക്ഷേ എനിക്ക് വന്നത് ഓൾമോസ്റ്റ് എല്ലാം തകർന്ന് വീണു എന്നാണ്. അല്ല, സൂര്യേട്ടൻ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇങ്ങനെ ഈ കാസിലൊക്കെ കാണാനും അല്ലെങ്കിൽ പൊളിഞ്ഞ് നടക്കുന്ന ഇങ്ങനെ? ഉറപ്പായിട്ടും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ
എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ മ്യൂസിയം ഒക്കെ കയറി കാണാൻ ശ്രമിക്കും. ഡെവനിലൊരു മ്യൂസിയം ഉണ്ട്, നമ്മൾ പോയത് ഓർക്കുന്നുണ്ട്. ഒരു ഇതില് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. സെന്റ് മൈക്കിൾസ് മൗണ്ട്. മൈക്കിൾസ് കുറച്ചും കൂടെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ അത് ഭയങ്കരമായിട്ടോ രക്ഷയില്ലാത്തൊരു സാധനമാണ്. ഇത് ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ, വലിയ ഒരു ഡെഡ് എൻഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നോക്കി അറിയാം ഒരു വണ്ടികളൊക്കെ പറ്റത്തില്ല, ഐലൻഡ് പോലെ അല്ലേ. ഫുള്ള് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത ആൾക്കാർ ഇത് കാണാൻ വേണ്ടി. ഒട്ടുമിക്ക വണ്ടികളും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. പുറത്ത് മീൻസ് യൂറോപ്പിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്നതാണ് ഒട്ടുമിക്ക വണ്ടികളും. നമ്മുടെ തൊട്ട് ബാക്കിൽ കിടന്ന ബെൽജിയമാണ് വണ്ടി. ബെൽജിയം അല്ലേ? അവർ ഡ്രോണൊക്കെ പറത്തുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല, വഴിയൊക്കെ 90% പൊളിഞ്ഞ് നിലത്ത് വീണിട്ടുണ്ട്. സോ ഗൈസ്, അതാണ് ദൂരെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു അവശേഷിപ്പ്. അതാണ് നമ്മൾ കാണാൻ ആക്ച്വലി പോകുന്നത്. ശരിക്കും അതാ വെള്ളത്തിനകത്ത് ഐലൻഡ് പോലാണ് നിൽക്കുന്നത്. സൂര്യേട്ട, അതിൻ്റെ ചരിത്രം അറിയാമോ? എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അറിയില്ല. ഓക്കെ, ചരിത്രത്തെക്കുറിച്ച് എന്തായാലും നമുക്ക് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങോട്ട് പോയാലും നമുക്ക് ഒരുപാട് ഞാൻ അതേക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതെ, അല്ല ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിന്റെ പല സ്ഥലത്തും അല്ല, സൂര്യയുടെ ശ്രദ്ധിച്ചോ, ഇതിന്റെ പല സ്ഥലത്തും ഓരോ സ്തൂപങ്ങളുണ്ട്. അതായത് മലയുടെ മണ്ടയ്ക്ക് അവിടെ ഇവിടെ മറ്റേ മറിച്ച് എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഇന്നലെ കണ്ട എത്ര 1889 സ്ഥിതി ചെയ്ത ഒരു കൽമണ്ഡപം. അതൊക്കെ പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞേന്. നമ്മുടെ പാലക്കാട് ഒരു ടച്ചാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്കതാണ് എപ്പോഴും തോന്നുന്നത്. പാലക്കാട് നമ്മുടെ എന്താ പറയണ്ടേ, കോയമ്പത്തൂർ ബോർഡർ ഉണ്ടല്ലോ, നമ്മുടെ സഹ്യൻ ഇങ്ങനെ പറഞ്ഞു. എവരി സ്റ്റോൺ ടെൽസ് എ സ്റ്റോറി, പ്ലീസ് റെസ്പെക്ട് ദ റൂയിൻ ബൈ നോട്ട് ക്ലൈംബിങ് ഓൺ ദം. അതാണ് സാധനം നമ്മൾ കാണാൻ പോകുന്നത്. സൂം ഉണ്ടോ നോക്കട്ടെ. യെസ്, അതാണ് കാണാൻ പോകുന്നത്. ഇത്രയും ദൂരെ നിന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഈ മൺപാതയിൽ കൂടി വേണം പോവാൻ. നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അതേ ബീച്ച് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ആറ്റും തീരത്തൊക്കെ നടക്കുന്ന ഒരു സ്കീം. സുരേട്ട, എനിക്ക് മനസ്സിലാകത്തോളം ഇവിടുത്തെ ബീച്ചുകളെല്ലാം വ്യത്യസ്തമാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ ബീച്ചിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ബീച്ചുകൾ. ഇതൊരു തടാകമാണ്, പക്ഷേ ഇവിടെ സൂര്യൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇത്ര വരെ വെള്ളം കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെയിലേറ്റ സമയമായിരിക്കും ആയിരിക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇത് കണ്ടില്ലേ ഈ തിട്ട കണ്ടോ? തിട്ടയെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടം വരെ വെള്ളം കയറുന്നുണ്ടോ, കാരണം വേസ്റ്റ് വന്ന് അടിഞ്ഞിരിക്കുന്നുണ്ടോ. വെയിലേറ്റ സമയത്ത് ഇത് ക്ലോസ് ചെയ്യുമായിരിക്കും. കൊള്ളാം. അതെ, സൂര്യേട്ടന് ഇതിന് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം അല്ലേ? അത് പറ്റില്ല, ഷൂ നനയുമല്ലോ. ചരിത്ര പ്രസിദ്ധമായ വളരെയേറെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇതൊരു കൊട്ടാരമായിരുന്നു. ഈ കൊട്ടാരം ഇപ്പോൾ ഇത്രേ അവശേഷിക്കുന്നുള്ളൂ. ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ വേണം പോകാൻ. നമ്മൾ ഷൂ ഇട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ കൂടെ പോകാൻ ഷൂ നനയും ചേട്ടാ. എന്തായാലും ഞങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്, ഒരു രക്ഷയുമില്ലാത്ത തണുപ്പാണ് വെള്ളത്തിന്. ഇവിടുത്തെ ഏത് വാട്ടർ ബോഡിയിൽ നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഒടുക്കത്തെ തണുപ്പാണ്. ഏതോ ഒരു തമ്പുരാക്കന്മാർ പണ്ട് നടന്നുപോയ വഴികളിലൂടെയാണ് ചരിത്ര അവശേഷിപ്പുകൾ തേടി ട്രാവൽ വിത്ത് ഹോപ്പ് ഇന്ന് വന്നിരിക്കുന്നത്.
സോ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡൊക്കെ നമുക്ക് കാണാം. സോ പ്ലീസ് റെസ്പെക്ട് ദിസ് ബിൽഡിംഗ്. നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന്. സോ നമ്മളങ്ങനെ ഒരു വിധത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പൊളിഞ്ഞ കേസിൽ തന്നെയാണ്. കാരണം അവശേഷിക്കുന്നത് കുറച്ച് കല്ലുകൾ മാത്രം. എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ ഞാൻ ചെയ്യാം. എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് കാണാനാണ് ഈ ആൾക്കാരെല്ലാവരും വരുന്നത്. ഭയങ്കര വെയിലാണ്. ടെമ്പറേച്ചർ 20 ആണെങ്കിലും ഡയറക്റ്റ് ആ ഒരു ചൂട് നമുക്ക് അടിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അന്നമ്മയും ഈ ചാപ്പിയും വന്നില്ല. ഈ ചാപ്പിക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. സോ ഞാൻ ഷൂ അവിടെ ഇട്ടിട്ടാണ് വന്നത്. നാട്ടിലൊക്കെ നടക്കുന്ന ഒരു ഫീല്. കയറല്ലെന്നല്ല ഏട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ കയറണ്ട. സോ ഉള്ളിലേക്ക് വല്ലതൊക്കെ കാണുമായിരിക്കും. ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് പ്ലീസ് ക്ലൈംബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം. ഒന്നുമില്ല ഏട്ടാ. ഇതിൻ്റെ അപ്പുറത്ത് ഇതുവഴി കയറി അപ്പുറത്ത് പോവാം. അത് ഇവരുടെ ഒരു ഇതാണ്. ഇവർ ആ സാധനം സൂക്ഷിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കും. പക്ഷേ മെയിൻ്റനൻസ് ഒന്നുമില്ല. ആ പഴയത് എങ്ങനെയാണോ അതങ്ങനെ നിലനിർത്താനാണ് ഇവർക്ക് ആഗ്രഹം. അത് ഇവിടുത്തെ പള്ളികൾ ശ്രദ്ധിച്ചാലും അത് തന്നെയാണ്. കുറച്ചൊക്കെ വിറ്റു. ഇത് കണ്ടില്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൂര്യേട്ടൻ എറിഞ്ഞിട്ട് അത്രയേ ഉള്ളത്. സോ അവർ ഇന്ത്യൻ റുപ്പി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകദേശം അതിൻ്റെ സ്റ്റിക്കിന് മാത്രമുണ്ട് 10,000 രൂപ വരെ. പിന്നെ ക്യാമറ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1 ലാഖിൻ്റെ ക്യാമറയാണ് അങ്ങോട്ട് എടുത്ത് ചുമ്മാ ഇട്ടത്. കിടക്കുന്നത് തീർന്നാണ്. ഒരു കാലത്ത് ഒരു പ്രതാപം ഉണ്ടായിരുന്ന കൊട്ടാരവും അതിൻ്റെ ചുറ്റുപാടൊക്കെ. ശരിക്കും ഇതൊരു ഐലൻഡാണ്. നിങ്ങൾ നോക്കി, ചുറ്റിനും വെള്ളമാണ്. ഈ ഒരൊറ്റ വഴിയുള്ളൂ, ബാക്കി മൊത്തം വെള്ളമാണ്. നിങ്ങൾ നോക്കിയറിയാം എന്തൊക്കെ പരിപാടികൾ നടന്ന ഒരു. അതെന്നെ ഞാൻ ആലോചിക്കായിരുന്നു. ഒരു 1700 അല്ലെ BC AD ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ADയോ BC ആ സമയത്തൊക്കെ അങ്ങനെ പറയുന്ന സമയത്തൊക്കെ. അതെ, ചുറ്റിനും നിങ്ങൾ നോക്കി ഒരൊറ്റ വീടില്ല. അതായത് ഇവിടുത്തെ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു. സൂര്യേട്ടാ, ഇത് പണിയുമ്പം നമ്മുടെ മുതുമുത്തച്ഛന്മാരെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഞാനിവിടെ വരുമെന്നുള്ളത് തന്നെ. അതെ, നമ്മളിവിടെ അതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളും നമ്മൾ എത്തിപ്പെട്ടിട്ടില്ലേ? അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സ്കോട്ട്ലൻഡ് വന്നിട്ടുണ്ടെങ്കിൽ NC 500 കറങ്ങാനായിട്ട് വന്നിട്ടില്ല. പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണ്ടേ, ഡ്യൂട്ടിയുണ്ട്, ജോലിയുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിവിടെ വരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ ഏകദേശം 8-9 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ വന്നത്. അപ്പം ആ 9 മണിക്കൂർ ട്രാവലെന്ന് വെച്ചാൽ കുഞ്ഞും കൂടെ ഉള്ളപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്നിരുന്നാലും സൂര്യേട്ടൻ സ്വന്തമായിട്ട് വീഡിയോ അവിടെ കണ്ട് ഫോൺ കല്ലിലെങ്ങാണ്ട് പാത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു ഫോണ്. അവിടെ കൊണ്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് പുള്ളി ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുകയാണ്. അവരിപ്പോൾ ഒരാളുടെയും സഹായം വേണമെന്നാണ് പറയുന്നത്. പോയേട്ടാ, പോയേക്കാം. സൂര്യേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ തത്വചിന്തകളായിട്ടുള്ള സോ ഗൈസ്, നമ്മൾ തിരിച്ചു പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പിന്നെ ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പം
ആ അവിടെ ഒരു സെൽഫി നമ്മുടെ സോ ഇപ്പം ഈ ഒരു രാജകൊട്ടാരത്തോട്, അതായത് രാജകൊട്ടാരം എന്നൊന്നും പറയാനില്ല, ഇത് കൊട്ടാരം തന്നെയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ എൻ്റെ സ്വന്തം ഇൻസ്റ്റയിൽ നമ്മളിപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സെൽഫി എടുത്ത 360 ഇവിടെ അങ്ങ് കറക്കാമെന്ന് വെച്ചു. ഇതാണ് സാധനം കേട്ടോ, വേണമെങ്കിൽ ഇതൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. അതെ, ഇതിൻ്റെ ഈ താഴത്തെ ഈ സ്റ്റിക്കിന് മാത്രം നമ്മളിവിടെ 10-14,000 രൂപ വരെ എന്ത് ആയിപ്പോയി. ഇതൊക്കെ അഹങ്കാരമല്ല കേട്ടോ, ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കരുതിയാണ്. ഇല്ല അങ്ങനെ ഒരു മിനിറ്റ് നമുക്ക് അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. ബാക്കി അടിക്കും തള്ളയോടുന്ന കയറി അത് കഴിച്ചിട്ട് തള്ളേന്ന് പറഞ്ഞാൽ അസഭ്യ ഭാഷയാണ്, നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ഒരമ്മച്ചി ഞങ്ങൾ വളരെ നല്ല ഒരു ശാന്തയായ ഒരു കുലസ്ത്രീ കുലസ്ത്രീ മറ്റേതോ രാജ്യത്തു നിന്ന് വന്നതാണ് നമ്മളെപ്പോലെ. അവർക്ക് നമ്മളവിടെ നിന്ന് ഫോട്ടോ എടുത്തതും വ്ലോഗ് എടുത്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതൊക്കെ ഓരോ രസമല്ലേ, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പണം. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ വന്ന്, അപ്പോൾ അതെല്ലാം ഒന്ന് കഴിക്കണം. എല്ലാവരെയൊക്കെ ഒന്ന് മറ്റവരാരും എത്തിയിട്ടില്ല, അപ്പം അതുകൊണ്ട് സമയം എടുക്കും. ഞാൻ അവിടെ ഒരു വാട്ടർഫോൾ കണ്ടു ചെറുത്, പറ്റുവാണെങ്കിൽ അവിടെയും കൂടെ ഒന്ന് പോകണം. നമ്മൾ റോഡിൽ കൂടെ ആണ് സൂര്യേട്ടാണ്. റോഡിൽ കൂടാണ് ഇവിടെ അത് സീൻ ഉണ്ടാവാൻ തോന്നുന്നില്ല. നാട്ടിൽ കിടക്കുന്ന പോലെ കഴിച്ചത് കുറേശ്ശെ ദഹിച്ചു വരുന്നുണ്ടോ എന്ന് സംശയം. അതെ, അകത്തുനിന്ന് ഒരു ഉൾവിളി അല്ലെങ്കിൽ ആ കാറുകാരൻ അതെ. ഒരു കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, അമ്മമാരുടെ സേഫ്റ്റിയും മറ്റേ ഡ്രൈവിങ്ങും ഒക്കെ ഇല്ലേ, നല്ല സപ്പോർട്ടാണ്. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള എല്ലാ പരിപാടികളും, എല്ലാ കാര്യങ്ങളും. റോഡൊക്കെ നോക്കിയാൽ അമ്മമാർ ഇത്രയും ഒരു വീട് പോലും ഇല്ല, എന്തിനാണ് ഈ റോഡ് ഇത്ര നന്നായി. നമ്മുടെ നാടുമായിട്ടുള്ള വ്യത്യാസം ഒരു പ്ലാസ്റ്റിക് ഇവിടെ കാണാൻ പറ്റുമോ? ഈ ഏരിയ എവിടെയെങ്കിലും മെസ്സായിട്ട് കിടക്കുന്ന ആളുന്നുണ്ടോ? ആളും പേരും ഇല്ലാത്ത സ്ഥലമായിട്ട് ഒരു കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വരുമെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മൾ കമ്പയർ ചെയ്യുന്നല്ലോ, പക്ഷേ നമുക്കതൊക്കെ പറ്റണം. ചപ്പി ഫുഡ് കഴിക്കുക. സോ നമ്മുടെ ഒരു ടീംസ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവർ എത്തിയത്. ഇത് നമ്മുടെ ലിവർപൂളുള്ള ഫ്രണ്ട്സാണ്, അമല, സ്നേഹ, ഡോഡി, അക്ഷിജ. നമ്മുടെ കൂടെ അവർ ട്രിപ്പിനുണ്ടായിരുന്നു. സോ അവർ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഹൗ വാസ് യുവർ ജേണി? എവിടെ പോയി നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക്? ആക്ച്വലി ഞങ്ങൾ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചരിത്ര പ്രസിദ്ധമായി എങ്ങോട്ടാണ് താങ്കൾ എത്തിയിരിക്കുന്നതെന്ന് പറയാമോ? എവിടാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളി സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ് അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ. താങ്കൾ ഏത് ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് താങ്കൾ പറയുന്നുണ്ടോ? അടുത്ത ടീംസ് വന്നിരിക്കുകയാണ്. സോളമൻ അന്തർജനവും കൂട്ടുകാരും വന്നിരിക്കുകയാണ്. അമല, താങ്കൾ ഏത് സ്ഥലത്താണ് എത്തിപ്പെട്ടാൻ താങ്കൾക്കറിയാമോ? ഇവിടെ എന്താണ് കാണാനുള്ളതെന്നറിയോ? ആ, എല്ലാവർക്കും ഇതേ അറിയത്തുള്ളൂ. ഗ്യാസ് ആരോ പറഞ്ഞു ഇവിടെ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ നേരെ വണ്ടി എടുത്തിക്കോട്ടേക്ക് പോയിരുന്നു. എന്നാൽ എന്തിൻ്റെയൊക്കെ കാണാനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. നമുക്ക് ജെയിംസിനോട് ചോദിക്കാം. ജെയിംസ്, എന്ത് കാണാനാണ് താങ്കൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിയത്? എന്ത് കാണാനാണ് ഇവിടെ എത്തിയത്? ഡ്രൈവിന് എത്തിയതാണോ? അല്ല, ഇവിടെ എന്താണ് കാണാനുള്ളത്? ഒരു പൊളിഞ്ഞ ഗ്യാസിൽ അതിന്റെ പേരെന്താ? ഇവര് 2022 ഹായ് സോ വെച്ചാ പുറകടാ. നിങ്ങൾ 2022 വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥലങ്ങളിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? വ്യത്യാസം കുറച്ചുണ്ടല്ലേ? സോ ഇനി ഒരു ടീമും കൂടെ വരാനുണ്ട്. ഫുഡിങ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ജെയിംസ് സോളമൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നു. എല്ലാവരും ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഇതോടി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. താങ്കൾ ഇങ്ങോട്ട് വന്ന റോഡിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ മികച്ച റോഡായിരുന്നു. വ്ലോഗാ പറഞ്ഞോ. എന്തെങ്കിലും പറയാനുണ്ടോ? സുഖാണോ? മേക്കപ്പ് കൂടുതലാണോ?
ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നു. നാണ്ടാ ഇരിക്കുന്നു. ആദ്യം എന്തോ കണ്ട് ഇതായിട്ടിരിക്കുകയാണ്. പോയ ഇവിടുന്ന് ഇത് കണ്ടോ, ഒരു ട്രിപ്പിന് വന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രമാത്രം സാധനങ്ങൾ, വോക്കി ടോക്കി ഒക്കെ ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, അടുത്ത ടീം എത്തിയിരിക്കുകയാണ്. അടുത്ത ടീം ഫ്രണ്ടിലാണ്ട്. എടാ ഗൈസ്, ഞങ്ങളൊരു എയർബഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ചാപ്പിക്ക് കിടക്കാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളവരോട് ഫുഡൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ടിയാടി ജസ്റ്റ് നാറി കയറ്റി നല്ല സൂപ്പർ. അല്ല ഇത് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ബഹളത്തിലാണ്. വേണ്ട ഒരു പ്ലേറ്റ് എടുത്തോണ്ട് ഒരു ക്യൂ നിക്ക്. നമ്മളെപ്പോഴും ലാസ്റ്റിൽ കഴിക്കും. ഫുഡിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും റെഡിയായി. സോ ഇനിയിപ്പോൾ എല്ലാവരും ബീച്ചിൽ ചാടാനുള്ള പരിപാടിയാണ്. ദദ്ദുവിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. കുടുകുടാ പിറയ്ക്കുന്ന തണുപ്പത്ത് എത്ര പേര് ബീച്ചിൽ ചാടുമെന്നുള്ള കാര്യം എനിക്കറിയണം. ഞാൻ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, കുറച്ച് പേര് ബാക്കിൽ വരുന്നുണ്ട്. ഇതേത് ബീച്ചാണെന്ന് മാത്രം അറിയത്തില്ല. ഇതിൻ്റെ പേര് വ്യക്തമായിട്ടറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ചാപ്പി എൻ്റെ കയ്യിലായി. ഞങ്ങൾ ഈ മല ഹൈക്ക് ചെയ്ത് കയറാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് പേര് കളിക്കുന്നുണ്ട്, റീൽ എടുക്കുന്നുണ്ട്. ബാക്കി പറ, കണ്ടിന്യൂ ചെയ്യണോ? ഞങ്ങൾ ഇവിടെ ഒരു ബീച്ച് കാണാൻ വന്നതാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ റീൽ എടുക്കുന്നുണ്ട്. അവർ റീൽ എടുക്കുന്നു, ഞങ്ങൾ ഇതിൽ കയറി ഇത് ഹൈക്ക് ചെയ്ത് അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ക്യൂരിയോസിറ്റി എനിക്കില്ല, അപ്പുറം എന്താണെന്ന് കാണാനായിട്ട്. അതെ ഗൈസ്, അതെ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പുറം എന്താ, അപ്പുറം ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല ഗൈസ്. പക്ഷെ അപ്പുറത്ത് ഇതിൽ നല്ലൊരു ബീച്ച് കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ഞങ്ങളുടെ കൂടെ നിങ്ങളും പോരും. ഇവിടെ സമ്മതിക്കത്തില്ല. അങ്ങനെ ബീച്ചിനോട് ഇവിടെ പറഞ്ഞ് വീട്ടിൽ പോകണം, ഫ്രഷപ്പ് ആവണം, കിടന്നുറങ്ങണം. നാളെ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ ഞങ്ങളിപ്പോൾ കാറിൽ കാണുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാപ്പി അലമ്പായിരുന്നു, അത് കാരണം പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം അവിടെ സ്റ്റിൽ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ സൺസെറ്റ് കാണാൻ വേണ്ടി. ഞങ്ങൾ പയ്യെ കാറിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഈ ചാപ്പി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ കാണാം. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.